ഞാൻ ഭൂരിഭാഗം സമയവും വീട്ടിൽ തന്നെ തങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. അതായത് ഞാൻ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാതെ, ആളുകളോടധികം സംസാരിക്കാതെ, കൂട്ടുകൂടാതെ, അങ്ങനെയുള്ള കറക്കവും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് എന്താണ്, എങ്ങനെ അതിന് സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നില്ല. ഇപ്പോൾ ഒരു പകലുണ്ടെങ്കിൽ അതിലൊരു 40% സമയവും അല്ലെങ്കിൽ 50% സമയവും ഞാൻ പുറത്ത് തന്നെയാണ്. പല കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. അത് എല്ലാവരും കാണാറുമുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ആളുകൾ പറയുമ്പോൾ അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല എന്നങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ചില ഒക്കേഷനുകളിൽ എന്നെ കാണാതാവുന്നതുകൊണ്ടാവാം. അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് പറഞ്ഞു വന്നപ്പോഴത്തേനും മറന്നുപോയി. എന്നാലും പറഞ്ഞു വരുമ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അയ്യോ, മൊത്തം കണക്ഷൻ പോയി. ഫ്ലോ അങ്ങ് പോയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പുറത്തിറങ്ങാറുണ്ട്. പിന്നെ ഇത് തന്നെ കാര്യം. അതായത് പിന്നെ ഞാൻ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട്, ആളുകളുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അതും ഇതുപോലെ എന്താ പറയുന്നത്, ചില പ്രത്യേക സമയത്ത്, ചില കാലത്ത്, ചില ആളുകൾക്കടുത്ത് എന്നെ കാണാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോകുന്നതാണ്. അതിൽ ഈ ഞാൻ പുറത്തിറങ്ങാറുണ്ട്, ആളുകളോട് സംസാരിക്കാറുണ്ട്, സാധാരണ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇച്ചിരി ഡോസ് കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനത് എന്താ പറയുക, കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും എനിക്ക് അനുകൂലമായിട്ട് ഉള്ള രീതിയിൽ, എനിക്ക് സൗകര്യമായിട്ടുള്ള രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നാത്തതായിരിക്കാം. അങ്ങനെയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലായിരിക്കാനാണ് കൂടുതൽ തൽക്കാലം താല്പര്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വീടിനേക്കാൾ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലം മറ്റ് ഇതിലില്ല. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ അത്യാവശ്യം സ്വാതന്ത്ര്യത്തിൽ വളർന്നു വന്ന ആളാണ്. സ്വാതന്ത്ര്യത്തിൽ വളർന്നു വന്നു എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം അസ്വാതന്ത്ര്യമായ എന്താ പറയണേ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മൾ അവിടെ നിന്നെല്ലാം ഫൈറ്റ് ചെയ്ത് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിച്ച് വന്നതാണ്. പിടിച്ചു വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോൾ അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും സ്വാതന്ത്ര്യത്തോടെ വളർന്നു വന്നതാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ തന്നെ വേണം. ആഗ്രഹം എന്നല്ല, അതങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലം അങ്ങനെയാണ്. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ലാഞ്ചനകളൊക്കെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇനി വരും കാലം നോക്കാം, കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സൗകര്യം വീട്ടിലായിരിക്കാനുള്ളതാണ്. കാരണം പുറത്തോട്ടിറങ്ങി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗമിച്ച സ്ഥലങ്ങളോ പുരോഗമിച്ച ആളുകളോ ഒന്നും പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരുണ്ട്. ഇനി ആൾക്കാരുണ്ടെന്ന് തന്നെ വെച്ചോ, അല്ലെങ്കിൽ സ്ഥലങ്ങളുണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷേ അതൊന്നും നമ്മുടെ ആക്ടിവിറ്റികൾ അവിടെ ചെയ്യാൻ പാകത്തിന് ഉള്ള, അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ആളുകൾക്കോ സാഹചര്യങ്ങൾക്കോ പുറത്തുള്ള സ്ഥലങ്ങൾക്കോ ഒന്നും ഇല്ല. ഭാവിയിൽ വരുമായിരിക്കാം, വന്നേ പറ്റത്തുള്ളൂ. കാലം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെയാണ്, ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അഭിനയവും സംവിധാനവും ഒക്കെ വരുന്നത്. അപ്പം പ്രധാനമായിട്ടും എൻ്റെ എഴുത്ത്, സംവിധാനം, അഭിനയം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ വീട്ടിലാണ്. വീട്ടിൻ്റെ പരിസരത്തിരുന്നുകൊണ്ടാണ്, വീട്ടിലിരുന്നുകൊണ്ടാണ്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും സൗകര്യം, സ്വാതന്ത്ര്യപരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേനും ഇപ്പം എഴുതാനാണെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം ഒരു പേപ്പറാണ് എഴുതുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ 1.5 പേപ്പർ എഴുതും. ഒരു ഫുൾ ഷീറ്റിൻ്റെ അപ്പുറം ഇപ്പുറം. പിന്നെ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ
രണ്ടാമത്തെ ഒരു പേപ്പറിൻ്റെ ഒരു വശം, മാക്സിമം പോയി കഴിഞ്ഞാൽ 2 പേപ്പർ, അതായത് 4 വശം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ശരാശരി ഈ ഒരു പേപ്പർ അപ്പുറം ഇപ്പുറം എഴുതി ഒരു തീർക്കണമെങ്കിൽ, ഒരു കഥ എഴുതുമ്പോഴാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതുമ്പോൾ തീർക്കണമെങ്കിൽ മിനിമം ടൈം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ വേണം. അത്രയും ആലോചിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് എഴുതുന്നത്. കാരണം പിന്നീട് നമുക്കത് തിരുത്തേണ്ടി വരരുത്. ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതിയ പേപ്പറുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, അതിലൊരിക്കലും വെട്ടും തിരുത്തും ഉണ്ടാകത്തില്ല. വെട്ടും തിരുത്തും വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ കൈവിട്ട് പോയെന്നുള്ളത് തന്നെയാണ്. അതങ്ങനെ വെട്ടും തിരുത്തും ഒരിക്കലും വരാറില്ല. അതെനിക്ക് എൻ്റെ എഴുതാനുള്ളൊരു കഴിവ് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഭാഷാപരമായിട്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം വളരെ പ്രഗത്ഭന്മാരായിരുന്നു. എന്ന് വെച്ച് ബാക്കി അധ്യാപകരാരും മോശം ആയിട്ടല്ല, ബാക്കിയുള്ള സബ്ജക്റ്റിനൊന്നും ഞാൻ അത്ര പോരായിരുന്നു, തീരെ പോരായിരുന്നു എന്ന് പറയാം. അപ്പോൾ പിന്നെ എനിക്ക് അധ്യാപകരെ കുറിച്ചൊന്നും പറയാനില്ല, കാരണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഭാഷാപരമായിട്ട് നോക്കുമ്പോഴത്തേന് എന്നെ ഹിന്ദി പഠിപ്പിച്ച ആൾക്കാരാണെങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിച്ച ആൾക്കാരാണെങ്കിലും മലയാളം പഠിപ്പിച്ച ആൾക്കാരാണെങ്കിലും അവരെല്ലാം ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തവും എന്താ പറയണേ, ഒരു ടിപ്പിക്കൽ ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ ആ ഒരു പഠിപ്പീരിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാറി വന്ന വിദ്യാഭ്യാസ രീതിയുടെ ഒരു ഭാഷയുടെ കാര്യത്തിൽ അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഇത് ഇപ്പം നമുക്ക് എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ഗുണങ്ങളാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് ഇത്ര നന്നായിട്ട് എഴുതാൻ പറ്റുന്നത്. വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് പുറത്തും അകത്തും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് എഴുത്തിൻ്റെ ഇത്. അപ്പോൾ അതിന് ഒരു സൗകര്യം വീട്ടിലേ ഉള്ളൂ. നമുക്ക് പുറത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, അപ്പോൾ ഇതൊന്നും നമുക്ക് പുറത്തെവിടെ പോയി നടത്തും? ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് എഴുതാമെന്ന് വെച്ചാലും നടക്കത്തില്ല. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, പല കാര്യങ്ങളും അറിയുന്നത്, പഠിക്കുന്നത്, കേൾക്കുന്നതെല്ലാം ഈ വീട്ടിലിരുന്നുകൊണ്ടേ ഉള്ളൂ എനിക്ക് സ്വസ്ഥമായിട്ടത് സാധിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ പല എൻ്റർടൈൻമെൻറ്റുകൾ, സിനിമ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ പ്രൊഫഷൻ വെച്ച് എനിക്ക് എന്ത് ചെയ്താലും അതൊരു പഠനമാണ്, എന്ത് കേട്ടാലും അതൊരു പഠനമാണ്, എന്ത് കണ്ടാലും അതൊരു പഠനമാണ്. ഒന്നും വേസ്റ്റില്ല. ഞാൻ 1 മിനിറ്റ് പോലും ഞാൻ അഹങ്കാരത്തോടു കൂടി തന്നെ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ 1 മിനിറ്റ് പോലും വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. കാരണം ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കേൾക്കുന്നതെല്ലാം വേണ്ട കാര്യങ്ങളാണ്, കാണുന്നതെല്ലാം വേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളൂ. അപ്പോൾ അതാണ് ഒരു മൂച്ച്, അതിൻ്റെ ഒരു മൂച്ചുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പലരും പ്രകടമാക്കുന്ന പല രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ സംവിധാനത്തിൻ്റെ വകുപ്പിലോട്ട് കൂടിയെന്ന് വെച്ചാൽ, അപ്പം ഭാവിയിൽ സിനിമ ഇറക്കേണ്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ച് ഓരോന്ന് ചിന്തിക്കുക, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേനും അതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കുക, പഠിക്കുക, ചെറുതായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും തന്നെ ഞാനെപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെയൊക്കെ ലഘുവായിട്ടെങ്കിലും ചീത്ത പറയുന്നതാണ്. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ പറയാൻ സാധിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഇരിക്കുമ്പോഴത്തേനും ചില ചിന്തകളൊക്കെ ഇങ്ങ് വരും. അത് ചിലത് നമ്മുടെ കഥയ്ക്ക് ഉപയോഗിക്കാൻ ഉതകുന്നതായിരിക്കാം, ചിലത് നമ്മുടെ സംവിധാനത്തിലോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കാം, ചിലത് അഭിനയത്തിലോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കാം. അപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേനും നമ്മളെല്ലാ ദിവസവും എന്താ പറയണേ, അതാത് കഴിവുള്ളവർ അതാത് കഴിവ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ അഭിനയം ആണെങ്കിലും സംവിധാനം ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടേ ഉള്ളൂ എല്ലാം. എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിന്നില്ലെങ്കിൽ ഈ സംഭവം നമ്മൾ ഫോം ഔട്ടായി പോകും. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല പണിയെടുക്കണം. കഴിവുള്ളത് അങ്ങനെ പോകത്തൊന്നുമില്ല, പക്ഷേ അത് ചെറിയ മിസ്സിങ് വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ചില സമയത്തും ചില ചിന്തകളൊക്കെ വരും, ചില ടെൻഡൻസികളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വീടിൻ്റെ ഒരു സ്ഥലത്ത് പോയി നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് എങ്ങനെയാണോ അത് നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന ആ ചേതനകൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് സാങ്കല്പികമായൊരു സ്റ്റേജിൽ എന്ന പോലെയൊക്കെ ഒന്ന് അഭിനയിച്ചൊക്കെ ഒന്ന് വയ്ക്കും.
നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഫീലിങ്സ്, ഇപ്പോൾ ചിലപ്പോൾ ഒരു സീനായിരിക്കും ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഒരു റോള് പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുമായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ തന്നെ ഒരു സാങ്കല്പികമായിട്ട് അങ്ങ് അഭിനയിച്ച് നോക്കും. അപ്പോൾ അത് കൊള്ളാം, ആ വരുന്ന ഫീലിങ്സ് നമ്മളപ്പോൾ അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ അങ്ങ് അഭിനയിച്ച് കഴിയുമ്പോഴത്തേനും എന്താ പറയുക, നമുക്ക് ചില തിരുത്തലുകളൊക്കെ വരുത്തണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, വേറെ രീതിയിലായിട്ട് ചെയ്യാം, അങ്ങനെ എല്ലാം മിനുക്കി പോരായ്മകളൊക്കെ അപ്പം തന്നെ പരിഹരിച്ച് വീണ്ടും ഒന്നോടെ ഒന്ന് അത് തന്നെ അതൊക്കെ ആ വന്ന ചിന്തകളൊക്കെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി അത് നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കും. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയായ രീതിയിൽ വന്ന കാര്യം ശരിയായ രീതിയിൽ അങ്ങ് പരിശീലിച്ച് അങ്ങ് ഉള്ളിലോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ പോലും അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആവശ്യം വരുമ്പോഴത്തേനും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താണേലും കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് പുറത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും, അല്ലെങ്കിൽ നമുക്കത് വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ ആയിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, ഇതൊക്കെ പുറത്ത് പോയിട്ട് എങ്ങനെ ചെയ്യും? ആരുടെങ്കിലും പറയാൻ പറ്റുമോ? ഞാനീ പറയുന്ന കാര്യങ്ങൾ, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? എനിക്ക് തലയ്ക്ക് അസുഖമാണെന്ന് പറയും. പക്ഷേ അന്നേരം അതിനെപ്പറ്റി അറിയത്തില്ലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. എന്താ പറയണേ, എനിക്ക് തോന്നണം ആരും ഇങ്ങനെ അത്ര തുറന്ന് പറയാറൊന്നുമില്ല. ഇനി ആൾക്കാർ പറയും. ഇതുവരെയുള്ള ആളുകൾ അങ്ങനെ പറയാറില്ല. ഇനിയുള്ള ആളുകളെ ഉറപ്പായിട്ടും അങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലായിരിക്കാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ. പിന്നെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ എങ്ങനെ വീട്ടിലിരിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വീട്ടിലിരിക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കാം. ഏതായാലും എനിക്കിങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ റീസൺസ്. ഒരുപാട് റീസൺസ് വേറെയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പോൾ തൽക്കാലം ഇതാണ് മർമ്മപ്രധാനമായ റീസൺ. ഇതിലോട്ട് ഞാനിങ്ങനെ എത്തിപ്പെടുകയായിരുന്നു. പിന്നെ വേറെ എന്താണ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിന് ഞാൻ പുറത്ത് പോകാറുണ്ട്. അത് ആവശ്യത്തിൽ കൂടുതൽ പുറത്ത് പോകാറും ആളുകളുമായിട്ട് സംവദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് പുറമേ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ കാര്യത്തിൽ ഇച്ചിരി കണിശമായതുകൊണ്ട് ആളുകൾക്ക് തോന്നുന്നതാണ്. മറിച്ച് ഞാൻ വീട്ടിലായിരിക്കാറുമുണ്ട്, അതേപോലെ തന്നെ പുറത്തായിരിക്കാറുമുണ്ട്. ആളുകളുമായിട്ട് സംസാരിക്കാറുമുണ്ട്, ആളുകളോട് സംസാരിക്കാതിരിക്കാറുമുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും, മൂച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരാതെ, മറ്റുള്ളവരുടെ സമയം കളയാതെയൊക്കെ നമ്മൾ നോക്കണമല്ലോ. അതും നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് എനിക്ക് തൽക്കാലം പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഈ സബ്ജക്റ്റിനെ പറ്റി. മറ്റു കാര്യങ്ങളെപ്പറ്റി പിന്നീട് സംസാരിക്കാം. താങ്ക് യു.